ഓൾ വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു എലഗൻ ലുക്കൊക്കെ കൊടുക്കുന്ന ഒരു കേക്കാണ്. ഇതിൽ വരുന്നത് ബ്രോൺസ് എഫക്റ്റാണ്. നമ്മൾ ഗോൾഡ് ലസ്റ്റർ ടെസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ബ്രോൺസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം ശരിക്കും ഞാൻ ബ്രോൺസിൻ്റെ ലസ്റ്റർ ടെസ്റ്റ് വെച്ചിട്ടല്ല ചെയ്തിട്ടുള്ളത്, വേറെ 1-2 കളർ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. എയർ ബ്രഷാണ് ഇത് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു കേക്ക് ഉള്ളിൽ കൊടുത്തേക്കുന്ന ഫ്ലേവർ വന്നിട്ട് ബട്ടർ സ്കോച്ചാണ്. 1 kg ബാറ്ററാണ് ചെയ്തിട്ടുള്ളത്. 4 എഗ്ഗ് വെച്ചിട്ടുള്ള ബാറ്റർ ചെയ്തിട്ട് 7 ഇഞ്ച് ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്തിട്ട് 4 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ലെയർ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ലെയർ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് വൈറ്റ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് മാജിക്കിൽ നിന്ന് ഒരു 3 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്തിട്ട് വേണം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മറ്റുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രേ ഷെയ്ഡ് എടുത്തിട്ടുള്ളത്. ആ ഒരു ക്രീം ഞാൻ പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു അടിപൊളി ടിപ്പാണ് പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് ഇതുപോലെ കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേനും നിങ്ങൾക്ക് കേക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നീറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുശേഷം ഞാൻ നന്നായിട്ട് തന്നെ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. സൈഡ് ഭാഗവും മേൽഭാഗവും ഒക്കെ നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് എയർ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേക്ക് നല്ല രീതിയിൽ ഷാർപ്പ് എഡ്ജോട് കൂടി നല്ല രീതിക്ക് തന്നെ ഫിനിഷ് ചെയ്തെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേന് കേക്കിൻ്റെ മേളിലുള്ള മാർക്കിങ്സ് ഒക്കെ അത് പ്രത്യേകിച്ച് എടുത്തറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഷാർപ്പ് എഡ്ജോട് കൂടി തന്നെ മാക്സിമം ചെയ്തെടുക്കുക. ഇനി ആ കേക്കിൻ്റെ ബോർഡിൽ പറ്റിയിരിക്കുന്ന ക്രീമൊക്കെ ഇതുപോലുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് എയർ ബ്രഷ് ചെയ്യാനായിട്ട് ആണ് പോകുന്നത്. ഫസ്റ്റ് ഞാൻ എയർ ബ്രഷ് ചെയ്യുന്നത് മെറ്റാലിക് സിൽവർ കളറാണ്. ഇത് ഷെഫ് മാസ്റ്ററിൻ്റെ കളറാണ്. അതിനുശേഷം അതിൻ്റെ മേളിലേക്ക് മെറ്റാലിക് ഗോൾഡാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എയർ ബ്രഷ് ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള പൗഡർ ഡസ്റ്റ് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാനൊരു കേക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ എഫക്റ്റ് കേക്ക്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡൗട്ടുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്. ഫസ്റ്റ് ഞാൻ ഈ ഒരു കേക്കിലേക്ക് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് മെറ്റാലിക് സിൽവർ കളറാണ്. അപ്പോൾ മെറ്റാലിക് സിൽവർ കളറിലേക്ക് ഒരു 3 ഡ്രോപ്പ് കളറിലേക്ക് ഒരു 6 മുതൽ 7 8 ഡ്രോപ്പ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടാണ് ഈ ഒരു എയർ ബ്രഷിലേക്ക് ഫില്ല് ചെയ്തിട്ട് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു കോട്ടിങ് സൈഡിൽ മാത്രം എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാൻ അതത്രയും ചെയ്തതിന് ശേഷം ലൈറ്റായിട്ടൊരു സിൽവർ ഷെയ്ഡ് കൊടുത്തതിന് ശേഷം അടുത്ത് മെറ്റാലിക് ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ വാട്ടർ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് സൈഡ് പോർഷനിലും അതുപോലെ മേളിലും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു കോട്ടിങ്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള ഷുഗറിൻ്റെ മെറൂൺ ജെൽ കളറാണ്. അതും ഇതുപോലെ തന്നെ വാട്ടർ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗോൾഡും ഈ ഒരു മെറൂൺ ഷെയ്ഡും കൂടി ആകുമ്പോഴത്തേന് നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു ബ്രോൺസ് എഫക്റ്റ് കിട്ടും. ഞാൻ ആദ്യം ഈ ഒരു ഓർഡർ കിട്ടിയ സമയത്ത് ബ്രോൺസിൻ്റെ ലസ്റ്റർ ടെസ്റ്റ് വാങ്ങാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഈ ഒരു ഐഡിയ തോന്നിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ആ ഒരു മെറൂൺ ഷെയ്ഡ് കൂടെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒരു 1 മണിക്കൂർ മാറ്റുക. അപ്പോൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കളേഴ്സ് എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു കോട്ടിങ് കൂടി നമുക്കതുപോലെ തന്നെ അടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഗോൾഡും മെറൂണും കൂടി രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഇത് ഷെയ്ഡ് കൊടുക്കുന്നത്. രണ്ടും കൂടി ഈക്വൽ എമൗണ്ടിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. കണ്ടോ, സൈഡൊക്കെ നോക്കി കറക്റ്റ് ആ ഒരു ഗോൾഡ് എഫക്റ്റ് അറിയുന്നുണ്ട്. ആ ഒരു മെറൂൺ ഷെയ്ഡ് കൂടെ ചേരുമ്പോഴത്തേനും ഒരു ബ്രോൺസ് ലുക്ക് വരുന്നുണ്ട്.
ഞാനിവിടെ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സും ലീഫും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തണ്ടൊക്കെ കട്ട് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കോട്ടിങ്ങും കൊടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറോളം സെറ്റ് ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ എല്ലാം നന്നായിട്ട് കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 4 ഫ്ലവേഴ്സാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഓരോ ഫ്ലവേഴ്സ് ഇടയ്ക്ക് ആയിട്ട് 2 ഫ്ലവേഴ്സ് വരുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതുപോലുള്ള വൈറ്റ് കളർ ഈ ഒരു ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ വെച്ച് കൊടുക്കാം. അപ്പം ഞാനത് സെൻറ്ററിലായിട്ടാണ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് എടുത്തപ്പോഴത്തേന് നിങ്ങൾക്കും കൂടി കുറച്ചൊന്ന് ഇൻഫോർമേറ്റീവ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്ലോഡ് ചെയ്തത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കാവുന്നതാണ്. എനിക്കറിയാവുന്നതാണെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പോൾ കേക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഞാനിതുപോലെ ചെറിയ ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ മുകളിലേക്കും സൈഡ് ഭാഗത്തേക്കും ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഗോൾഡൻ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഷുഗർ ബോൾസ്. അപ്പോൾ കേക്ക് ഫൈനലായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു എലഗൻറ്റ് ലുക്കിൽ കാണാൻ തന്നെ ഒരു റിച്ച് ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചപ്പോൾ തന്നെ ആ ഒരു കേക്കിൻ്റെ ഭംഗി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ഓർഡേഴ്സ് കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.